അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ഇറാൻ ആക്രമിക്കുമെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചിയുടെ ഭീഷണി. കഴിഞ്ഞ ദിവസം അൽ ജസീറ ചാനലിന് നൽകിയ അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി വേണ്ടി വന്നാൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെ തങ്ങൾ ലക്ഷ്യവെക്കുമെന്നും അതുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാന കാര്യങ്ങൾ തങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യവും പറഞ്ഞത്. ഇതിനാസ്പദമായിരിക്കുന്ന സംഭവത്തെക്കുറിച്ചുള്ള വിശദീകരണത്തിൽ ഇങ്ങനെ പറയുന്നു. ഈ മാസം ഡിസംബർ 29 നെതന്യാഹു, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ന്യൂയോർക്കിൽ വെച്ച് ഒരു കൂടിക്കാഴ്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ച വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലും പല രീതിയിലും ചർച്ച ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഗസ വിഷയം പരിഹരിക്കാനോ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഒരു ഫൈനൽ രൂപം ഉണ്ടാക്കാനോ വേണ്ടിയിട്ടാണ് ഈ ചർച്ചാ സംബന്ധമായ കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്നാണ് പടിഞ്ഞാറൻ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് അറേബ്യൻ പത്രങ്ങളെല്ലാം ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മറ്റൊരു തരത്തിൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഗസ വിഷയം ചർച്ച ചെയ്യാനും അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാനോ മറ്റോ ഒരു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ന്യൂയോർക്കിലേക്ക് അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. അത് ഫോണിൽ കൂടെ അവസാനിക്കുന്ന വിഷയം മാത്രമേ ഉള്ളൂ. മാരകമായിരിക്കുന്ന യുദ്ധം ഇസ്രായേലും ഇറാനും തമ്മിലുണ്ടായിട്ട് അത് ഫോൺ കോളിലൂടെ മാത്രം അവസാനിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കൂടി ആലോചിച്ച് ചർച്ച ചെയ്തിട്ട് പരിഹരിക്കേണ്ട വിഷയങ്ങളൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറം പല സംഭവങ്ങളുണ്ട്. അതിന് ഇറാൻ പറയുന്ന കാര്യം തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമിക്കാൻ വേണ്ടി ഒരു ഏകീകരണ സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതും ഏതൊക്കെ ബേസുകളെ ഏതൊക്കെ രീതിയിലാണ് അത്തരം ആക്രമണത്തിന് വിധേയമാക്കുക എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ന്യൂയോർക്കിലേക്ക് പോകുന്നത് എന്നാണ് ഇറാൻ വിശദീകരിക്കുന്നത്. അതിന് ഒരുപാട് തലങ്ങളുണ്ട് എന്നും പറയുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖ്യ ശത്രു ഇറാൻ മാത്രമാണ്. റഷ്യയോ ചൈനയോ ഏത് തരത്തിലാണ് അമേരിക്കയുമായിട്ട് ബന്ധമുള്ളത് എങ്ങനെയാണോ കാണുന്നത് അതിനേക്കാണ് 4 ഇരട്ടിയാണ് ഇറാനെ കാണുന്നത്. കാര്യം നേരിട്ട് കൊണ്ടൊരു യുദ്ധപ്രഖ്യാപനം നടത്താൻ വേണ്ടിയിട്ട് ചൈനയും റഷ്യയും ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷേ ഇറാൻ തയ്യാറായിട്ടുണ്ട്. അവരെ ഭയപ്പെടേണ്ടതാണ്. അവരാ പറയുന്ന പ്രവർത്തനത്തിനനുസരിച്ച് പ്രവൃത്തിയും ചെയ്യും എന്നിവരെ ഭയപ്പെടുത്തുന്നു. 2 വിഷയം ഇതിനോടനുബന്ധിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഒന്ന്, വെനിസുലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സങ്കീർണമാണ്. ആ വിഷയത്തിൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് ഇടപെടാൻ ധൈര്യക്കുറവുള്ളത് വെനിസുലയിലേക്ക് സൈനികമായിരിക്കുന്ന സഹായം നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ അവിടെ നിന്ന് മുന്നേറാൻ വേണ്ടിയിട്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ഭയമുണ്ട്. കാര്യം ഇറാൻ അവരുടെ കൈവശത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളോ അതല്ലെങ്കിൽ മിസൈൽ പോലെയുള്ള സംവിധാനങ്ങളോ അക്രമ സ്വഭാവമുള്ള മിസൈലുകളും ഹൈപ്പർസോണിക് മിസൈലും അടക്കം നൂതനമായിരിക്കുന്ന ഒരുപാട് മിസൈൽ സംവിധാനങ്ങൾ ഇറാൻ്റെ കൈവശത്തിലുണ്ട്. അത് വെനിസുലക്ക് നൽകുകയാണെങ്കിൽ എന്ത് പ്രയാസമാണോ ഉക്രൈൻ ഇപ്പോൾ അനുഭവിക്കുന്നത് സമാനമായിരിക്കുന്ന പ്രയാസം അമേരിക്കയും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അത് രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഗസയിൽ ഇസ്രായേലിൻ്റെ ശത്രു എന്ന് പറയുന്നത് ഹമാസ് അല്ല, പകരം ഇറാനാണ്. അപ്പോൾ പാലസ്തീനെതിരെയുള്ള ഏതൊരു നീക്കത്തെയും പ്രതിരോധിക്കുന്നത് ഇറാനാണ് എന്നതിനാൽ ഇസ്രായേലിന് അവിടെ ശത്രു ആകുന്നു. വെനിസുലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം, വെനിസുലയും ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം അവർക്ക് സഹായം നൽകുകയും തങ്ങൾക്കെതിരെ നിലപാട് പറയുകയും ചെയ്യുന്നത് ഇറാൻ ആയതുകൊണ്ട് അമേരിക്കയുടെ ശത്രുവാകുന്നു. അതുകൊണ്ട് ശത്രുവും ഒന്നിച്ചുകൊണ്ട് മുഖ്യ ശത്രുവായിരിക്കുന്ന ഇറാനെ നേരിടാനുള്ള തന്ത്രങ്ങൾ മെനയുക എന്നുള്ളതാണ് 29-ാം തീയതിയത്തെ ഉദ്ദേശ ലക്ഷ്യം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത്തരമൊരു പ്രവർത്തനം ഉണ്ടായാൽ തങ്ങളുടെ സംവിധാനത്തിന് നേരെയോ തങ്ങളുടെ രാജ്യാതിർത്തിക്ക് നേരെയോ രാജ്യത്തിന് നേരെയോ ഏത് തരത്തിലുള്ള കടന്നാക്രമണവും വലിയ കൊടിയ ദുരന്തം ഈ മേഖലയിൽ വിളിച്ചു വരുത്തും എന്നുള്ള മുന്നറിയിപ്പാണ് അത് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ആരംഭം ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്നും ഞങ്ങൾക്കത് ചെയ്യാൻ കരുത്തുണ്ട് എന്നും ലോകത്തിന് ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നു. അമേരിക്കയുടെ എയർബേസ് ആയിരിക്കുന്ന ഖത്തർ എയർബേസുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ ആക്രമണം നടത്തിക്കൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം അലുദൈദ അമേരിക്കയുടെ എയർബേസ് സൈനിക എയർബേസാണ് അത്. അവിടെ ആക്രമിച്ചുകൊണ്ട് ഞങ്ങളത് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. ഞങ്ങൾക്കത് സാധ്യമാണ് എന്ന് തെളിയിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നീട് ഞങ്ങൾ വലിയ രീതിയിലുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് അമേരിക്കയാണ്. കാരണം അതിൻ്റെ പരിണത ഫലം ഭീകരമായിരിക്കും എന്ന് അവർക്ക് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവങ്ങൾ നടന്നത് എന്ന് ചുരുക്കം. ഈ ഒരു വിഷയം അതായത് അൽ ജസീറയുമായിട്ട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അഭിമുഖം നടത്തിയതിന് ശേഷം പിന്നീട് ഗൾഫ് മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. കാര്യം ഇത് സാധ്യമാകുന്ന ഒരു വിഷയമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു കാരണമോ സാഹചര്യമോ വന്നു കിട്ടിയാൽ ഒരിക്കൽ പോലും അത് നഷ്ടപ്പെടുത്തുകയില്ല. ഇറാൻ ചരിത്രത്തിൽ ഇന്നുവരെ നഷ്ടപ്പെടുത്തിയിട്ടില്ല. വേണ്ട വിധം അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ആയതിനാൽ തന്നെ
ഈ മേഖലയിൽ സുരക്ഷ ഒരുക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ഈ ഒരു അഭിമുഖം നടന്നതോടുകൂടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ രീതിയിൽ കടുത്ത പ്രതിസന്ധിയിലാണ്. കാര്യം എന്ന് പറയുന്നത്, ഇതിനെതിരെ നമ്മൾ നീങ്ങുന്ന സമയത്ത് നമുക്ക് വലിയ തിരിച്ചടി ഉണ്ടാവും. ഇതോടൊപ്പം നീങ്ങുകയാണെങ്കിലോ അതിൻ്റെ പ്രയാസം ഇസ്രായേലിൽ നിന്ന് അനുഭവിക്കേണ്ടി വരും. അങ്ങനെ കടലും ചെകുത്താനും മധ്യ കുടുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറയുന്നത് സങ്കീർണമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗസ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ഗസ നീങ്ങിക്കൊണ്ടിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള എതിർപ്പുകൾ അറബ് മുസ്ലിം രാജ്യങ്ങളിലും മൂന്നാം ലോക രാജ്യങ്ങളിലും അതോടൊപ്പം തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ അമേരിക്ക അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻപ് ആട്ടി ഓടിക്കപ്പെട്ട അല്ലെങ്കിൽ നിർത്തപ്പെട്ട ഈ ജൂത വിഭാഗത്തെ പോലെ അല്ലെങ്കിൽ ഇസ്രായേലിനെ പോലെ യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയും കാണുന്നുണ്ട് എന്നുള്ളത് അവർക്ക് വലിയ നിരാശയും പ്രയാസവും ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത് ഉചിതമായിരിക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു യോജിപ്പ് വേണം എന്ന തരത്തിൽ അറബ് രാജ്യങ്ങൾ തന്നെ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിർബന്ധമായ രീതിയിലും തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ടും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാം ഘട്ട ചർച്ച, സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കുന്നതിന് മുമ്പോ ആ ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പോ മറ്റു ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട് എന്ന് ഹമാസിൻ്റെ നേതാക്കൾ ഈ തുർക്കിയോട് പറഞ്ഞതും ഇതിൻ്റെ ഇടയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. വലിയ വിവാദമായതാണ്. കാര്യം എന്ന് പറയുന്നത്, കരാർ ഉണ്ടാക്കുകയല്ല വേണ്ടത്, കരാർ ലംഘിച്ചാൽ എന്ത് നടപടി എടുക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനമാണ്. ഏകദേശം 500 തവണയെങ്കിലും ഈ ഈജിപ്തിൽ നടത്തിയിരിക്കുന്ന കരാർ വ്യവസ്ഥയ്ക്ക് ശേഷം കരാർ ലംഘനം ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. 300-ലധികം പാലസ്തീനികൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതേക്കുറിച്ച് ആ കരാറിൽ ഒപ്പിട്ട 20 രാജ്യങ്ങളും മൗനത്തിലാണ്. ആരും ഒന്നും സംസാരിച്ചിട്ടില്ല. ഒപ്പിടാത്ത ഇറാൻ മാത്രമാണ് സംസാരിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കൂട്ടി വായിക്കുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ 23 ലക്ഷത്തോളം പാലസ്തീനികൾ വലിയ ദുരിതവും പ്രയാസവും അനുഭവിച്ചുകൊണ്ട് ഗസയിൽ ജീവിക്കുന്നു. അവർക്ക് ഭക്ഷണമായിട്ടും മരുന്നായിട്ടും വസ്ത്രമായിട്ടും കിടപ്പാടമായിട്ടും പിന്നെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് സർവ്വ മേഖലയും തകർന്നിരിക്കുന്നു, തരിപ്പണമായിരിക്കുന്നു. ഇവിടേക്ക് സഹായങ്ങൾ നൽകാൻ വേണ്ടി ലോകം തയ്യാറാണ്. അത് ഇസ്രായേൽ തടയുന്ന സമയത്ത് അവരെ തടയാൻ അല്ലെങ്കിൽ അവരെ പിന്നോക്കം നിർത്താനുള്ള ഒരു സംവിധാനം ചെയ്യുന്നില്ല. എല്ലാവരും അമേരിക്കയെ പേടിച്ചും ഭയപ്പെട്ടും കൊണ്ടിരിക്കുന്നു. ആകെ പേടിയില്ലാത്ത ഒരു രാജ്യം ഇറാൻ. അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ മാത്രമാണ് ചെയ്യുക എന്ന് ചുരുക്കം. ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മരണപ്പെടുന്നതിന് മുമ്പ് ജിദ്ദ ഉച്ചകോടിയിൽ വെച്ച് പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന വിഷയം ഇപ്പോൾ ചർച്ചയിൽ വരികയാണ്. അഥവാ അമേരിക്കയെ ഘട്ടം ഘട്ടമായ രീതിയിൽ നിങ്ങളുടെ എയർബേസിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നിങ്ങളുടെ സുരക്ഷിതത്വം. അതോടൊപ്പം തന്നെ ഈ ചൈനയ്ക്കും റഷ്യക്കും നിങ്ങളുടെ മേഖലയിലേക്ക് കടന്നു വരാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യണം. എല്ലാ കാലത്തും അമേരിക്കയാണ് നമ്മുടെ ഈ സഹായി എന്ന് വിശ്വസിക്കുന്നത് മണ്ടത്തരമാണ്. അവർ തിരിഞ്ഞു കൊത്തിയാൽ നിങ്ങൾക്ക് പ്രതിരോധിക്കാനുള്ള സംവിധാന കാര്യങ്ങൾ ആയുധമടക്കം നിങ്ങൾ ശേഖരിച്ച് വെക്കണം എന്നുള്ളതാണ്. ഇതൊക്കെ വളരെ ഒരു തമാശ രൂപത്തിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ കണ്ടത്. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. കാര്യമെന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളുടെ പൂർണ്ണമായിരിക്കുന്ന സുരക്ഷിതത്വം എല്ലാ കാലത്തും അമേരിക്കക്കാണ്. അവരെല്ലാവിധ സഹായങ്ങളും നൽകാറുണ്ട്, ഞങ്ങൾ അവർ സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള വർത്തമാനമൊക്കെ പറഞ്ഞ അതേ അമേരിക്കയുടെ അറിവോടുകൂടി ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചതോടുകൂടി രീതിക്ക് മാറ്റം വന്നു. തങ്ങളും സുരക്ഷിതരല്ല എന്നുള്ള ബോധ്യം അറബ് ലോകത്തിനുണ്ടായത് യഥാർത്ഥത്തിൽ ഖത്തർ ആക്രമിക്കപ്പെട്ടതിന് ശേഷമാണ്. അപ്പോൾ ഈ സുരക്ഷാ സംവിധാന കാര്യത്തിലൊക്കെ തങ്ങൾക്ക് യാതൊരു സുരക്ഷിതത്വം ഇല്ല എന്നുള്ള കാര്യം കൃത്യമാണ്. ഇബ്രാഹിം റൈസി പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: നിങ്ങൾ പരമാവധി അമേരിക്കയുടെ കൈവശത്തു നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ പാടില്ല. ശക്തമായിരിക്കുന്ന ആയുധങ്ങൾ വലിയ വിലക്ക് നിങ്ങൾക്ക് വിൽപ്പന നടത്തുന്ന സമയത്ത് ആന്തരികമായ രീതിയിൽ അതിൻ്റെ അകത്ത് അവർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ നിലവിൽ നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ യുദ്ധസമാന സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഇത് ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഉപയോഗപ്രദമല്ല എന്ന് ആ സമയത്താണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. മാത്രവുമല്ല, ഒരു രാജ്യത്തിലേക്ക് ആയുധങ്ങൾ നൽകുകയാണെങ്കിൽ ആ ആയുധങ്ങൾ ആ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്താണ് സൂക്ഷിക്കുന്നത് എന്ന് പോലും കൃത്യമായ രീതിയിൽ അമേരിക്ക അറിയാറുണ്ട്, അവരത് മനസ്സിലാക്കാറുണ്ട്. കാര്യം ഏതെങ്കിലും ഭാവിയിൽ ഈ രാജ്യം തങ്ങളുടെ ശത്രുവായിട്ട് വരികയാണെങ്കിൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിച്ച് അവരുടെ സൈനിക ശക്തി ഇല്ലാതാക്കുക എന്നുള്ളത് എല്ലാ കാലത്തും അമേരിക്ക ഉപയോഗിച്ചു വന്ന ഒരു തന്ത്രമാണ്. ആ തന്ത്രമാണ് സിറിയയിൽ ഇസ്രായേൽ പ്രയോഗിച്ചത്. സിറിയ അട്ടിമറിഞ്ഞുകൊണ്ട് ബഷർ അൽ അസദ് റഷ്യയിലേക്ക് രക്ഷപ്പെട്ടു പോയതിനു ശേഷം അവിടെ വന്നിരിക്കുന്ന പുതിയ അൽഷാറ എന്ന് പറയുന്ന ഭരണ സംവിധാനം അവിടെ നിലനിൽക്കുന്ന ആ ആഴ്ച, അതായത് ആദ്യത്തെ ആഴ്ചകളിൽ ഏകദേശം 60-ലധികം ആക്രമണമാണ് ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ സിറിയക്കകത്ത് നടത്തിയത്. ആ രാജ്യത്തുണ്ടായിരുന്ന പരമാവധി
ആയുധങ്ങൾ അവർ നശിപ്പിച്ചു വന്ന 35% നശിപ്പിച്ചു വന്ന യുദ്ധവിമാനവും ടാങ്കറുകളും യുദ്ധക്കപ്പലുകളും അടക്കമുള്ള വലിയ സംവിധാനങ്ങൾ തകർക്കാൻ വേണ്ടി സാധിച്ചത് ഈ ഒരു തന്ത്രമാണ് അവർ പ്രയോഗിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എവിടെയാണ് സൂക്ഷിക്കപ്പെട്ടത്, ഏത് മേഖലയിലാണ് എന്തൊക്കെ ആയുധങ്ങളുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞുകൊണ്ട് ആ മേഖല ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമിച്ചു എന്ന് ഇവിടെ പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം, അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് ആയുധങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ സൂക്ഷിക്കപ്പെട്ട മേഖല പോലും അമേരിക്കക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഒരു സംവിധാന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകുന്ന ആയുധങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവാം. അപ്പോൾ ചിപ്പുകളൊക്കെ ഘടിപ്പിച്ച് കഴിഞ്ഞിട്ട് വിൽപ്പന നടത്താനുള്ള സാധ്യത വളരെ കുറവാണ്. സാങ്കേതിക സംവിധാനം കുറവായ അറബ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. പേജർ ആക്രമണം ലെബനാനിൽ നടന്നതോട് കൂടിയിട്ട് അത് കൃത്യമാണ് എന്ന് മനസ്സിലായി. പേജറിൻ്റെ അകത്ത് എന്തൊക്കെ സംഭവങ്ങളാണ് എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു നിശ്ചയമില്ല. അവിടെ വലിയ സ്ഫോടനം നടത്തി വലിയ മരണങ്ങൾ നടന്നു. 3000-ഓളം ആളുകൾക്ക് വലിയ രീതിയിൽ ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റ വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഇതിന് സമാനമായിരിക്കുന്ന സ്ഥിതികൾ അറബ് രാജ്യത്ത് അമേരിക്ക പ്രയോഗിക്കുമെന്നതിനാൽ ഈ ആയുധങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഇബ്രാഹിം റൈസി അന്ന് പറഞ്ഞതും യഥാർത്ഥത്തിൽ അത് ശരിയാണ് എന്നുള്ള നിലപാടിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, അമേരിക്കയുടെ താവളങ്ങൾ, അറബ് രാജ്യത്ത് പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ താവളങ്ങൾ ഒരെണ്ണം പോലും സുരക്ഷിതമല്ല എന്നുള്ള ഒരു മുന്നറിയിപ്പോ ഭീഷണിയോ ആണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നത് ലോകത്തെ അതിശയിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്.